UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരുങ്ങുകയാണ് തലസ്ഥാനം. നാളെ രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണമുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കം വിവിഐപികൾ പ്രമുഖർ ചടങ്ങിനെത്തും. ഷഫീദ് റാവുത്തർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീദ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. മേഘ്ന മുരളി രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് കൂടി ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഷഫീദിലേക്ക് പോകാം. ഷഫീദ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മന്ത്രികൾ ആരൊക്കെ എന്നുള്ളത് ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. നമുക്കറിയാം വലിയൊരു ചടങ്ങ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് വരാനിരിക്കുന്നു. രേവന്ത് റെഡ്ഡി, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, വലിയൊരു താരനിര തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും ആഘോഷ ദിവസമാണ് നാളെ. കാരണം 10 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേൽക്കുന്നത്. അതിന്റെ ഈ മറ്റു ചർച്ചകളടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് വലിയ ആവേശമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നാളെ രാവിലെ 10 മണിക്ക് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനോടകം തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 3000-ഓളം പേർക്ക് ഇരുന്ന് ഈ ചടങ്ങ് വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കും. അതേപോലെ തന്നെ 10,000-ഓളം പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം അത് ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൂടുതൽ ആളുകൾ എത്തും എന്നുള്ളത് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാക്കളടക്കം അവരുടെ ഒരു പ്രതീക്ഷയായി പറയുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. മാത്രമല്ല, ഈ പന്തലിന്റെ വശങ്ങളിൽ, ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ, ഇതിന്റെ വശങ്ങളിൽ വീഡിയോ വാൾ ഒരുക്കുന്നതിനൊപ്പം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞ കാണുന്നതിനായി നിശാഗന്ധി ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ വലിയ സ്ക്രീനുകൾ സ്ഥാപിക്കും. അങ്ങനെ ഒരു ആഘോഷ പരിപാടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. പൊതുജനങ്ങളുടെ പ്രവേശനം അത് പാസ് മൂലം നിയന്ത്രിക്കും. ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം മന്ത്രിമാർ ലോക് ഭവനിൽ ഗവർണറുടെ സൽക്കാരത്തിനായി പോകും. പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭ ചേരുന്നതിനുള്ള ശുപാർശ അത് ഗവർണർക്ക് കൈമാറുകയും ചെയ്യും. ഏതായാലും അതാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ. പക്ഷേ നാളത്തെ ആ ഒരു 10 മണി എന്നുള്ള സമയം കോൺഗ്രസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അവർ ഏറെക്കാലമായി സ്വപ്നം കാണുന്ന ഒരു ചടങ്ങാണ്. മാത്രമല്ല, ഇവിടേക്ക് എത്തുന്ന വിഐപികളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി, അതേപോലെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് അടക്കം ഒരു വലിയ VIP നിര തന്നെ ഇതുമായി ബന്ധപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ ഒരു വശത്ത് പാർക്കിംഗ് സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുമുണ്ട്. ഏതായാലും ആ വിധത്തിൽ വലിയ ക്രമീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. വലിയ വിഐപികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആളുകൾ, കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ, അതായത് ഇന്നലെയൊക്കെ നമ്മളെ വിളിച്ച് ഈ മറ്റു ചില ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ താമസിക്കാൻ ഹോട്ടലുകൾ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ആ രീതിയിൽ വലിയ തിരക്ക് ഇതിനോടകം തന്നെ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. അല്ല ഷഫീദ്, ഇത് 10 വർഷത്തിന് ശേഷം UDFന് കിട്ടുന്ന ഒരു വിജയമാണ്. അത് കേവല വിജയമല്ല, അത് വലിയ 102 സീറ്റ് എന്നുള്ള ഒരു ഗ്രാൻഡ് ഫണ്ടാബുലസ് വിജയമാണ് UDFന് കിട്ടുന്നത്. വി.ഡി. സതീശൻ 10 ദിവസം കഴിഞ്ഞാലും വി.ഡി. സതീശൻ ജനങ്ങളുടെ ഹൃദയം അറിയുന്നൊരു നേതാവ് മുഖ്യമന്ത്രിയായി വരുന്നു അവിടെ. ആ അർത്ഥത്തിൽ UDF പ്രവർത്തകർ നാടിന്റെ നാനാഭാഗത്തുനിന്നും അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ തന്നെ ഒഴിയെത്താൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആരാധക വൃന്ദങ്ങളുള്ള നടന്മാർ ഒരാൾ സി ജോസഫ് വിജയ്. അവിടുത്തെ മുഖ്യമന്ത്രി മാത്രമല്ലോ, അദ്ദേഹം കേരളത്തിലടക്കം. ഇപ്പം ഞാനന്ന് കരൂർ ദുരന്തത്തിൽ അദ്ദേഹത്തിനെതിരെ ഇൻട്രോ പറഞ്ഞതിന് തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ നോക്കും ആൾക്കാർ തമിഴിൽ വിളിച്ച് കയ്യും കണക്കും ഉണ്ടോ. അയ്യോ ഷഫീദ്, അപ്പം അങ്ങനെയുള്ള ആൾക്കാരെത്തുമ്പോഴേക്കും കനത്ത സുരക്ഷ വേണ്ടി വരുമായിരിക്കും. വലിയ ജനസഞ്ചയം, ഒരുപക്ഷെ തിരുവനന്തപുരം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആൾക്കൂട്ടങ്ങളിൽ ഒന്ന് നാളെ അവിടെ പ്രതീക്ഷിക്കണം ഷഫീദ്, അല്ലേ? നമ്മൾ ഈ സാധാരണഗതിയിൽ ഈ സംഖ്യ കുറച്ച് കൂട്ടി പറയാറുണ്ട്. പക്ഷേ നമുക്ക് അറിയാം ഈ സ്റ്റേഡിയത്തിന്റെ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരുക്കുന്ന ഈ പന്തൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ 2 സർക്കാരിന്റെ ഈ പറയുന്ന മന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കും ഈ വേദി ഒരുക്കിയ അതേ ടീം തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഈ പടുകൂറ്റൻ പന്തൽ അത് ഒരുക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അവർ തന്നെ പറയുന്നത് 3000-ഓളം പേർക്ക് ഇരിക്കാം. അതേപോലെ 10,000-ഓളം പേർക്ക് ഇവിടെ ഈ പറയുന്ന വശങ്ങളിൽ, സെൻട്രൽ സ്റ്റേഡിയമാണ്, അവിടെ ഈ പറയുന്ന പലതരത്തിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ ഇരിക്കാൻ സൗകര്യമുണ്ടാകും. ഏതാണ്ട് 50,000-ഓളം പേർ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഈ പരിപാടിക്കായിട്ട് എത്തുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അത് ഒരുപക്ഷെ പെരുപ്പിക്കാത്തൊരു കണക്ക്. ആ രീതിയിൽ നമുക്ക് പോലീസൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കണക്ക് അത് തന്നെയാണ്. അതിന്റെ ഭാഗമായി വലിയ ഗതാഗത നിയന്ത്രണം എന്നതിനപ്പുറത്തേക്ക് വലിയ സുരക്ഷ ഒരുക്കുന്നുണ്ട്. നേരത്തെ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സി ജോസഫ് വിജയ് അടക്കം, രാഹുൽ ഗാന്ധി അടക്കം, പ്രിയങ്ക ഗാന്ധി അടക്കം VIP ക്രൗഡ് പുള്ളേഴ്സ് ഒന്നാകെ ഒരു വേദിയിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. സ്വാഭാവികമായും എയർപോർട്ട് മുതൽ തിരുവനന്തപുരം നഗരം മുഴുവൻ വലിയ സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗതാഗത ക്രമീകരണം എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് വിലയിരുത്തുന്ന സുരക്ഷാ
ക്രമീകരണങ്ങളാണ്. ഇന്റലിജൻസ് ADGP അടക്കം പലതവണ ഇവിടെ സന്ദർശിച്ച കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല നാളെ ഇവിടേക്ക് ആളുകളെ പാസ് കൊടുത്ത് കയറ്റാൻ തന്നെ കാരണം ആ ഒരു VIP-കളുടെ ഒരു വരവാണ്. ഏതായാലും അതടക്കം കേരളം നാളെ കാത്തിരിക്കുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അതിലേക്ക് കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും. മറ്റു ജില്ലകൾ പക്ഷേ കാസർഗോഡ് നടക്കം ആളുകൾ ഇവിടേക്ക് എത്തുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ലീഗിന്റെ അടക്കം വലിയ ശക്തി പ്രകടനം നമ്മൾ കണ്ടതാണ്. മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ ആളുകൾ അവരിവിടേക്ക് എത്തും. കേരളം മുഴുവനുള്ള ആളുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, അപ്പോൾ ഷഫീദ് റാവുത്തറാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങൾ നൽകി. അവിടെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ മഴ പെയ്തു, നാളെ മഴ പെയ്യുമായിരിക്കും. പറയാൻ പറ്റില്ല, പെയ്യാനും പെയ്യാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. മേഘന മുരളി. അപ്പോൾ മേഘന മുരളി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുടെ വീട്ടിലാണ്. മേഘന, രമേശ് ചെന്നിത്തല രാവിലെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയോ? ആഭ്യന്തര മന്ത്രി സ്ഥാനം ഉറപ്പിക്കുമ്പോഴും കൂടെയുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ ഇവിടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ വിശ്വൻ നായർ ഒരു പ്രസ്റ്റീജ് മത്സരം ജയിച്ചു വന്ന ചാമക്കാലെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നൊന്ന് പറഞ്ഞേക്കണേ. അതാ പറഞ്ഞു വിശ്വൻ നായർ. അപ്പോൾ ചാമക്കാല അടക്കം രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള നേതാക്കളാണ്. അപ്പോൾ കൂടെയുള്ളവരെ കൂടി വളരെ സേഫായി എത്തിക്കുക എന്ന നിലപാടിൽ ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. എപ്പോൾ പ്രതീക്ഷിക്കാം ചെന്നിത്തലയോട് ഇന്നത്തെ ആദ്യ പ്രതികരണം? മേഘന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, അമൃത. ഞാനിപ്പോൾ നിൽക്കുന്നത് വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ തന്നെയാണ്. കഴിഞ്ഞ കുറച്ചധികം നാളായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വീട് കൂടിയായി ഈ രമേശ് ചെന്നിത്തലയുടെ ഈ ദേവദത്തം വീട് മാറിയിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നതും ഈ മുഖ്യമന്ത്രിക്കായി ഒരു 11 ദിവസം ഉണ്ടാകുന്ന തർക്കങ്ങൾ, അതിനുശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപനം വരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതീക്ഷിച്ച മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുന്നില്ല. ഇനി എന്താണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് എന്ന് തന്നെയാണ് ഏറ്റവും നിർണായകം. അല്പസമയം മുന്നേ രമേശ് ചെന്നിത്തല ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, പിന്നീട് പ്രതികരണമൊന്നും നൽകിയിട്ടില്ല. കഴിഞ്ഞ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം കഴിഞ്ഞ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രതികരണം അല്ലെങ്കിൽ തന്റെ മനസ്സിൽ എന്തെന്ന് തുറന്നു പറയാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷേ അതിൽ ആഭ്യന്തര വകുപ്പ് വേണം, മന്ത്രിസഭയിലെ തന്നെ 2ാം സ്ഥാനക്കാരനായി തനിക്ക് വരണമെന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുന്നുണ്ട്. ആഭ്യന്തരം വിജിലൻസ് വകുപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനിയും രമേശ് ചെന്നിത്തല കുറച്ച് ഡിമാൻഡുകൾ KC വേണുഗോപാലിനും അതുപോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലും മുഖ്യമന്ത്രിക്ക് മുന്നിലും വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്റെ വിശ്വസ്തരായിട്ടുള്ള അതുപോലെ തന്നെ തന്റെ കൂടെ നിൽക്കുന്ന തന്റെ ഗ്രൂപ്പുകാരായിട്ടുള്ള MLA-മാരെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അതായത് മന്ത്രിസഭയിൽ തന്റെ ഗ്രൂപ്പിന് ഒരു ആധിപത്യം വേണമെന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ഒരാവശ്യമായി വരുന്നത്. അതിൽ പ്രധാന പേരുകാർ അൻവർ സാദത്തും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനുമാണ്. ഇനി അതും അല്ലെങ്കിൽ TJ വിനോദും അതുപോലെ തന്നെ ഹാഷ്മി നേരത്തെ പറഞ്ഞ പേരുകാരൻ ജ്യോതികുമാർ ചാമക്കാലയും ഈ ലിസ്റ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസിന് മുന്നിൽ വെച്ചിരിക്കുകയും ചെയ്യുന്നത് അൻവർ സാദത്തിനോ അല്ലെങ്കിൽ IC ബാലകൃഷ്ണനോ മന്ത്രിസ്ഥാനമില്ലെങ്കിൽ താൻ ഈ ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പും ഏറ്റെടുക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വത്തിനെ രമേശ് ചെന്നിത്തല കൊണ്ടുപോകുന്നത്. അതിൽ ഇന്ന് ഉച്ചവരെ മാത്രമാണ് ഈ ഹൈക്കമാൻഡിനും അതുപോലെ തന്നെ ഗവർണർക്കും ഈ ലിസ്റ്റ് കൊടുക്കാനുള്ള അവസാന സമയം. അതുകൊണ്ട് തന്നെ 11ാം മന്ത്രിയായി IC ബാലകൃഷ്ണനോ അല്ലെങ്കിൽ അൻവർ സാദത്തോ വരുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യമായി വരികയും ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള കടുത്ത നിലപാടാണ് രമേശ് ചെന്നിത്തല എടുക്കുകയും ചെയ്യുന്നത്. അതിൽ ഇന്നലെ അടക്കം ഈ വീട്ടിൽ തന്നെ മാരത്തോൺ ചർച്ചകൾ നടന്നു. ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ UDF നേതൃയോഗത്തിനോ മറ്റ് ചർച്ചകൾക്കോ ഒന്നും പുറത്തേക്ക് പോകാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു പരസ്യ പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കൂടുതൽ പ്രവർത്തകരടക്കം രമേശ് ചെന്നിത്തലയെ കാണാനായി ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എന്തായിരിക്കും രമേശ് ചെന്നിത്തലയുടെ കൂടുതൽ പ്രതികരണം എന്നടക്കമുള്ളത് നമുക്ക് അറിയാനുണ്ട്. എത്ര രാവിലെ എല്ലാരും കൂടെ വന്നല്ലോ. രാവിലെ റോഷിപ്പാലിനോട് ചോദിച്ചാൽ മതി. സംതൃപ്തനാണോ? എപ്പോഴും RC എല്ലായ്പ്പോഴും ഉത്തരം പറയുന്നതാണ്. ഇത്തവണ ഉത്തരവില്ല. എന്താ അതിന് കാരണം? അല്ല, പാർട്ടി തീരുമാനിക്കാതെ എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? അയ്യോ സുഖാണോ? RC കുറച്ചുണ്ടല്ലോ. കാണാം എനിക്ക് സംതൃപ്തനാണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് കാണാം. ഞാൻ റെഡിയാവട്ടെ. ഹാഷ്മി, RC പറയുന്നത് കാണാം, പ്രതികരിക്കാമെന്നുള്ളൊരു രാവിലെ RC കഥ ഓർന്നപ്പോഴേ മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞ വീട്ടിൽ മുറ്റത്ത് മേഘന മുരളി. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ അമ്പരപ്പ് അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും രാവിലെ തന്നെ വന്നാൽ നിനക്കൊന്നും വേറെ പണിയില്ലോടെ എന്നൊരു ടോൺ അതിലുണ്ടോ മേഘന?
തീർച്ചയായിട്ടും ഹാഷ്മി, കാരണം കുറച്ചു മുന്നേ രമേശ് ചെന്നിത്തല പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അതിനുശേഷം രണ്ടാമതും ഈ അണികളെയൊക്കെ പുറത്തൊക്കെ വന്നിരിക്കുന്ന അണികളെയൊക്കെ കാണാനായിട്ടാണ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയത്. അതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചോദിക്കുന്നത് എന്താണ് RC പ്രതികരണം, അതിൽ എന്താണ് മനസ്സിൽ എന്നുള്ളതാണ് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. പൊതുവെ രമേശ് ചെന്നിത്തലയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറി വീട്ടിലിരിക്കുന്ന ഒരു പതിവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം കഴിഞ്ഞ് VD സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച ശേഷമാണ് ഇങ്ങനൊരു പതിവ്, അതായത് മനസ്സിൽ എന്തെന്ന് പൂർണ്ണമായും വ്യക്തമാക്കാൻ വേണ്ടി RC തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു ചോദ്യമായി വരുന്നത്. പക്ഷെ ആ ചോദ്യത്തിനും ഉത്തരമില്ല. പക്ഷേ ഇന്ന് ഒരു പ്രതീക്ഷയുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് മാധ്യമങ്ങളെ കാണാമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തല അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ സീനിയർ ആയിട്ടുള്ള, അതുപോലെ തന്നെ കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ മന്ത്രിസഭയിൽ മന്ത്രിയായ മുൻ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ നിലപാട് അത് നിർണായകമാണ്. ഇന്ന് എന്ത് രമേശ് ചെന്നിത്തല പറയുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് എല്ലാം പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്, എല്ലാം ഹൈക്കമാൻഡ് അല്ലേ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഈ പ്രതികരണം കൂടി മഞ്ഞുരുക്കുന്നോ അല്ലെങ്കിൽ മഞ്ഞുരുകുന്നോ എന്നുള്ള ഒരു ലക്ഷണമൊക്കെ നമുക്ക് കാണാനുമുണ്ട്. എന്തായാലും അതിൽ ഇന്നും ഈ ഉച്ചയോടുകൂടി തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം ഉണ്ടാകും. വച്ച ഡിമാൻഡുകൾ അൻവർ സാദത്ത്, അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ ഇവരെ മന്ത്രിയാക്കുമോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനം സണ്ണി ജോസഫ് ഒഴിയുകയാണെങ്കിൽ അത് ജോസഫ് വാഴയ്ക്കിന് ലഭിക്കുമോ, അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഇന്നലെ തന്നെ KC വേണുഗോപാലും അതുപോലെ തന്നെ K സുധാകരൻ, VD സതീശൻ അടക്കമുള്ളവർ ഇവിടെ വരികയും ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ രമേശ് ചെന്നിത്തല അതിൽ സംതൃപ്തനാണോ, ഇപ്പോഴും സംതൃപ്തനാണോ, സന്തോഷമാണോ എന്നുള്ള കാര്യം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ പറയുന്നത്, പക്ഷേ രമേശ് ചെന്നിത്തല അടിമുടി പാർട്ടിക്കാരനാണ്, ഹാർഡ് കോർ പാർട്ടിക്കാരനാണ്. നേരത്തെയും സങ്കടകാലങ്ങളിൽ പൊട്ടിത്തെറിക്കാൻ ഉള്ള പശ്ചാത്തലമുള്ള സമയത്ത് പോലും മിണ്ടാതിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികം RC ഇത് പറയില്ല. RC പറയാതിരിക്കാൻ കാരണം അത് പാർട്ടി പ്രഖ്യാപിക്കട്ടെ, അത് കഴിഞ്ഞ് പറയാം എന്നുള്ള നിലപാട് തന്നെയാണ് RCക്ക് ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.